ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാം കേട്ടോ. കട്ടപ്പനയ്ക്ക് പോവാണ്. ഇന്ന് എൻ്റെ അനിയത്തിയുടെ ഒരു ഗ്രാജുവേഷനാണ്. നഴ്സിംഗ് കഴിഞ്ഞു, അപ്പോൾ ഗ്രാജുവേഷനാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് കട്ടപ്പനയ്ക്ക് പോവാണ്. വാഗമണ്ണ് കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇൻട്രോ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു സീനറിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് എല്ലാവരും കൂടെ പോകുന്നത്. പതിവ് പോലെ നമ്മൾ ലേറ്റായിട്ടുണ്ട്, എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഓർത്തു. അപ്പം നമുക്ക് പതിയെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങ് പോകാം. ഓക്കെ. കുടുംബശ്രീ ചേച്ചിനെ നടത്തുന്ന ഒരു കടയിൽ കയറിയിരിക്കുകയാണ് ഇവിടെ വാഗമണ്ണിൽ. അപ്പം നമ്മൾ കഴിക്കാൻ കയറിയിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം നൈല അത്യാവശ്യം മഴക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും നമ്മളുടെ ട്രിപ്പ് നടക്കുന്നില്ല. മടുത്തെല്ലാവരും കട്ടപ്പന അങ്ങ് കിടക്കുക, ദൂരം കിടക്കുക, എന്തോരം ചെല്ലണം അറിയത്തില്ല. മടുത്തു, ഇപ്പം തന്നെ മടുത്ത്. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ബിരിയാണി ഒന്നും ആയില്ല, അതുകൊണ്ട് നമ്മൾ പൊറോട്ടയാണ് മേടിക്കുന്നത്. നെയ്തുവിന് അപ്പം പറഞ്ഞിട്ടുണ്ട്. അവിടെ അനിയത്തി നോക്കിയിരിക്കുക, 1 മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ എപ്പോൾ ചെല്ലുന്നൊന്നും അറിയത്തില്ല. ഇപ്പോഴത്തെ രീതി വെച്ച് ഏതായാലും 1 മണിക്കൊന്നും ചെല്ലാൻ വഴിയില്ല. എന്തായാലും നോക്കാം. ഫുഡൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ചൂടുണ്ട്. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഫുഡ്. നൈലും അപ്പം ഒക്കെ ആസ്വദിച്ച് കഴിക്കുവാണ്. ഇതൊക്കെ പിന്നീട് ഒരു നല്ല മെമ്മറി അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്കുറുപ്പിയുടെ കുറുപ്പുകളൊക്കെ അവൾക്ക് തന്നെ വലുതാവുമ്പോൾ കാണും. ഫ്രണ്ട്സ്, ഞാനൊരു സൂത്രം കാണിക്കാൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണുവാണ്. നെയ്ത് മുഖം കഴിയിക്കേ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നെയ്ത് എന്തൊക്കെ അറിയാം ഗൈസ്. നെയ്ത് വലിയ പെണ്ണാണ്. കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. നൈലുവിൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറി നമ്മളെല്ലാവരും ഇവിടെ എത്തി. സമയം 2 മണി കഴിഞ്ഞു കേട്ടോ. പരിപാടി തുടങ്ങിയിട്ടില്ല, കുഴപ്പമില്ല. അപ്പം നമുക്ക് കീർത്തനെ നമ്മളിതുവരെ കണ്ടില്ല, നമുക്ക് കീർത്തനെയൊക്കെ കാണാൻ പോകാം. ഇവിടെ ചൂടാണ് കേട്ടോ, തണുപ്പൊന്നുമല്ല. കട്ടപ്പനയിൽ തണുപ്പായിരിക്കും കേട്ടോ. മേക്കപ്പൊക്കെ പോയി, സാരമില്ല. നൈലു സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഹെയർ ബാൻഡൊന്നും വെക്കാത്തതാണ്, ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരെ വിളിച്ച് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാണേ. ഈ പേപ്പർ വർക്കൊക്കെ ഇവരുടെ ജൂനിയേഴ്സൊക്കെ ഞാൻ ഇരുന്ന് ചെയ്യുന്നതാട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ കീർത്തനയൊക്കെ ഇതുപോലെ ഇരുന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബാച്ചിൽ 56 പേരുണ്ടായിരുന്നു. ഈ 56 പേരും 2 സൈഡിലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയൊരു 2 വീഡിയോ എടുത്താട്ടോ. ഇത് എല്ലാവരും അടുപ്പടിച്ചിരിക്കുന്ന കുറേ സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പരിപാടിയൊക്കെ ഭയങ്കര കാര്യമായിട്ട് നടക്കുവാണ്. നൈല വഴക്കായിട്ട് നമ്മളിവിടെ ഒരു ഓട്ടോയിൽ കയറിയിരിക്കുവാണ്. നൈല ഇങ്ങ് നോക്കിക്കേ, ചിറ്റമ്മയുടെ ഗ്രാജുവേഷന് വന്നേക്കുമല്ലേ. നൈലക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഗ്രാജുവേഷൻ എങ്ങനെയുണ്ട്? നൈല വലുതാകുമ്പോൾ ഗ്രാജുവേഷൻ ഉണ്ടോ? അയ്യോ, ഉമ്മ തന്നാ മതി, അമ്മയ്ക്ക് ഉമ്മ തന്നാ മതി. നൈല ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ? ബട്ടർഫ്ലൈയുടെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ?
പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം നൈറ്റ് വഴക്കായിട്ട് നമ്മൾ എപ്പോഴും വെളിയിൽ തന്നെയാണ്. നമുക്കിവിടെ ബോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. മീറ്റ് റോളുണ്ട്, ഒരു മസാല ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു ജിലേബി, പിന്നെ അതിൻ്റെ കൂടെ കോഫി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഫ്രണ്ട്സ്. നമ്മളെല്ലാവരും ഒരുമാതിരി പാട്ടുകളെ പോലെ തിരിച്ചു പോവുകയാണ്. എല്ലാവരും കുറഞ്ഞു. കിക്കുമൊക്കെ ഡ്രസ്സ് മാറി. കിക്കുമൊക്കെ സാരിയായിരുന്നു. അതിൻ്റെ ഒന്നും ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. നൈറ്റ് ഭയങ്കര വഴക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നും ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ഞങ്ങൾ ഫുൾ ടൈം ഓഡിറ്റോറിയത്തിന് വെളിയിലായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. സർട്ടിഫിക്കറ്റ് സമയത്തൊന്നും ഇക്കുവിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നത് ഞങ്ങൾ ഇങ്ങനെ മറ്റേ ഈ സ്റ്റേജിൽ ഇങ്ങനെ മറ്റേ മോണിറ്ററിൽ കാണിക്കത്തില്ലേ, അത് കണ്ടതേ ഉള്ളൂ. അത് കണ്ടു. ലൈവ് ഉണ്ട്. ലൈവ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ കയ്യിലും ഉണ്ട്. എന്നാൽ ലൈവിന്റെ വീഡിയോ കട്ടപ്പനയുടെ ഇതിൽ കാണുമായിരിക്കും. വേണ്ടവരത് കാണുക. എൻ്റെ വീഡിയോയിൽ അതൊന്നും കിട്ടിയില്ല. ഇത് ഈ ഒരു കൂടും ഈ ബാഗും പിന്നെ നൈലും ഞങ്ങളിങ്ങനെ അലഞ്ഞു നടക്കുമായിരുന്നു. എന്തായാലും സൂപ്പറായിരുന്നു. ഇക്കുവിൻ്റെ ഡ്രസ്സൊക്കെ മറ്റേ ഗ്രാജുവേഷനൊക്കെ ആൾക്കാരുന്ന കോട്ടും മറ്റേ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വല്ലവരുടെയും കഴിഞ്ഞ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും പോവാം.